ഇമേജിന് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ ഇമ്പോർട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജിന് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തേ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താ, ഇതിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഇതിന് നമ്മൾ ബിറ്റ് മാപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഔട്ട്ലൈൻ ട്രേസിൻ്റെ അകത്ത് ഏതായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യും. ലൈൻ ആർട്ടോ ലോഗോയോ ക്ലിപ്പ് ആർട്ടോ ഏതായിട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ലൈൻ ആർട്ടായിട്ട് ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യണം. ലൈൻ ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഡീറ്റെയിൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽ കൊടുക്കുക. ഓക്കെ, കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അതൊരു എന്തായിട്ട് വന്നു, ഒരു ലൈൻ ആർട്ടായിട്ട് വന്നു. ഓക്കെ, ഞാൻ ഈ ഒറിജിനലിനെ തൽക്കാലം അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ കയ്യിലൊരു ഷാഡോ ഉണ്ടല്ലേ. അപ്പോൾ ഷാഡോ നമുക്കങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറേസർ എടുക്കാം. ഓക്കെ, ഇറേസറിൻ്റെ അകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇറേസർ ഉണ്ട്, റൗണ്ട് നിബും സ്ക്വയർ നിബും. ഞാൻ ഇത് വെച്ചിട്ട് തൽക്കാലം ഇതിനങ്ങ് റിമൂവ് ചെയ്തു. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഷാഡോ ഒരു ആവശ്യമില്ല. നമുക്ക് ഷാഡോ എന്താണ് കോറലിൽ മാനുവലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്വല്പം കൂടെ പ്രോപ്പറായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഷാഡോ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അൺഗ്രൂപ്പ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഗ്രൂപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ബൗണ്ടറി ഉണ്ട്, കണ്ടോ, ക്രിയേറ്റ് ബൗണ്ടറിയെ ആദ്യം നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുക. അതായത് ബിറ്റ് മാപ്പിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഇമേജിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗണ്ടറി ആയിട്ട് നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിതിന് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബൗണ്ടറിക്ക് അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കയറി വന്നിട്ടുണ്ട്. പ്രോപ്പർ ബൗണ്ടറി ആയിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ഒബ്ജക്ട്സ് കൊടുക്കാം, എന്നിട്ട് ക്രിയേറ്റ് ബൗണ്ടറി കൊടുക്കാം. നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് കയറി വരുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും ഡീറ്റെയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പഴയ ഒബ്ജക്റ്റിനെ തന്നെ നമുക്ക് ഒന്നും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ ഇമ്പോർട്ട്. ഞാൻ അതിനെ വീണ്ടും ഒന്നും കൂടെ ഡ്രാഗ് ചെയ്യും. നമ്മളപ്പോൾ നേരത്തെ എന്തായിട്ടാണ് കൊണ്ടുവന്നത്, നമ്മൾ ലൈൻ ആർട്ടായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം, ഈ പ്രാവശ്യം നമുക്കിതിനെ ക്ലിപ്പ് ആർട്ടായിട്ട് കൊണ്ടുവരാം. ഏതാണ്, ക്ലിപ്പ് ആർട്ട്. അതിൻ്റെ ഡീറ്റെയിൽ കൂടുതലിരുന്നോട്ടെ. ഞാൻ ഓക്കെ എടുത്തു. എന്നിട്ട് ഞാനിതിനെ ഡ്രാഗ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ഓൾ കൊടുത്തിട്ട് നമുക്ക് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, പ്രോപ്പറായിട്ട് വന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആദ്യം എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തത്, സെലക്ട് ചെയ്തിട്ട് ഇതാ ഞാൻ ഒന്നുകൂടെ തിരിച്ചു പോവുകയാണ്. ഫയൽ ഇമ്പോർട്ട്. നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ലൈൻ ആർട്ടായിട്ടാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ക്ലിപ്പ് ആർട്ടായിട്ടാണ്. സോ ക്ലിപ്പ് ആർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തു. ഞാൻ ഇതിനെ അങ്ങ് ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ അൺഗ്രൂപ്പ് ഓൾ കൊടുത്തു. അതിനകത്തൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. കണ്ടോ, അപ്പോൾ എനിക്ക് പക്ക ബൗണ്ടറി വന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതേ സെയിം പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ സോൾവ് ചെയ്യാൻ നോക്കിയ അതേ പ്രശ്നം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇറേസർ ടൂൾ വെച്ചിട്ട് നമുക്കതിനെ അങ്ങ് ഇറേസ് ചെയ്ത് കളയാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു പോയിൻറ്റ്സ് മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അവിടെ വെച്ച് റിമൂവ് ചെയ്താലും കുഴപ്പമില്ല, അല്ലാതെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജിനെ കുറിച്ച് നമ്മൾ അധികം നോക്കണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. 2 പോയിൻറ്റ് ലൈൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചു. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്ക് മൈനസ് ഫ്രണ്ട്. അപ്പോൾ എന്ത് പറ്റി, ഇതൊരു സെപ്പറേറ്റായി. ഇത് രണ്ട് സെപ്പറേറ്റ് പോർഷനായി. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്താണ് ടെക്സ്റ്റ് വയ്ക്കേണ്ടത്. ഇതിലോട്ട് ടെക്സ്റ്റ് പോകണ്ട. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം.
ഈ ഒരു ലൈന് ഞാൻ ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് നിൽക്കണം, ടെക്സ്റ്റ് ഇതിൻ്റെ പുറത്ത് പോകണ്ട. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, ബാക്ക് മൈനസ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിൽക്കും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം, ഗ്രാഫിക്സ് ടൈപ്പ് ചെയ്തു, ഞാൻ ഇതിനെ വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഫക്ട്സിൻ്റെ അകത്ത് ഏതാണ്, എൻവലപ്പ്. എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, എൻവലപ്പ് കൊടുക്കാം. എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് എൻവലപ്പിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ Ctrl+F7 ആണ് എൻവലപ്പിൻ്റെ ഷോർട്ട് കട്ട്. സോ ഞാനിവിടെ എൻവലപ്പ് ക്ലിക്ക് ചെയ്തു. എൻവലപ്പിൻ്റെ അകത്ത് പോയിട്ട് ഇതാ എൻവലപ്പിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് എൻവലപ്പ് ഫ്രം. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് സെലക്റ്റഡ് ഈസ് ഇൻവാലിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ബ്രേക്ക് കർവ് അപ്പാർട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് എൻവലപ്പ് ഫ്രം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഷേപ്പ് മതിയോ, അതേ ഹൊറിസോണ്ടൽ ആക്കണോ, അതേ വേർട്ടിക്കൽ ആക്കണോ, പുട്ടി ആക്കണോ, ഏതാണ് ഇതിൻ്റെ അകത്ത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എനിക്ക് വെർട്ടിക്കലാണ് ഓക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തും E and C. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് എന്ത് പറ്റുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഇത് ഇരിക്കുന്നുണ്ട് അല്ലേ, ഇത് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, ഈ ലൈനിൻ്റെ അകത്ത് തന്നെ ഇതിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ് സെലക്ട് ചെയ്യുക, ഇത് കർവാക്കുക. ഏതാണ്, ഈ ഒബ്ജക്റ്റിനെ കർവാക്കുക. ഇനി നിങ്ങൾ ഇതിനെ കറക്റ്റ് ചെയ്ത് ഈ ഒരു പോർഷനിലോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, കണ്ടോ, അല്ലാതെ മൊത്തത്തിൽ നമ്മുടെ ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരില്ല. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കണ്ടോ, ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് അതിനെ കറക്റ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ മെയിനായിട്ട് ഈ ഭാഗത്തോട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്തു, ആ ഏരിയ കറക്റ്റ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഉണ്ട്, ഇതൊന്നും കറക്റ്റായിട്ട് അറ്റാച്ച്ഡ് അല്ല. ഇതൊക്കെ നമ്മൾ എന്ത് ഇത് ചെയ്താലും എന്താണ്, പുട്ടിയിലല്ല, ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് എൻവലപ്പിൻ്റെ അകത്ത് ഇത്രയും സംഭവങ്ങളിൽ എന്ത് ചെയ്താലും ഇതൊന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല. കാരണം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. അത് ടോപ്പും ബോട്ടവുമാണ് മെയിനായിട്ട് അലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. ഓക്കെ, CS എല്ലാം നിങ്ങൾ ചെയ്തോണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളും സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഫുള്ളും അങ്ങ് വെൽഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വെൽഡ് ആവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതും സെലക്ട് ചെയ്യുക. രണ്ട് സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് വെൽഡ് കൊടുക്കാം, എന്നാലേ കറക്റ്റായിട്ട് വെൽഡ് ആവുള്ളൂ. മനസ്സിലായ? വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഫുൾ സെലക്ട് ചെയ്തിട്ട് വെൽഡ് ആക്കാൻ പാടില്ല. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ടായത് കൊടുത്തിരിക്കുകയാണ്. സോ ഇതും കൂടെ സെലക്ട് ചെയ്യുക, ദെൻ വെൽഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വെൽഡായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വന്നല്ലോ അല്ലേ, ഇതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഔട്ട്ലൈൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മൊത്തം ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, മീൻസ് ഈ ഒരു കട്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഉണ്ടല്ലോ, ഒറിജിനലുണ്ടോ, ഒറിജിനലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക, കൈയെടുക്കുക. ഒന്നും കൂടെ ഇവിടെ കൊണ്ടുവയ്ക്കുക, കൈയെടുക്കുക. പവർ ക്ലിപ്പ് ഇൻസൈഡ്. പവർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ എന്താണെന്ന് അറിയാവോ, ക്ലിപ്പിംഗ് മാസ്ക്. ക്ലിക്ക് ചെയ്യുക, കണ്ടോ, ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് പതുക്കെ
ഇതിപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു വർഷം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫിറ്റ് കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഫിറ്റ് കണ്ടന്റ്, പ്രൊപ്പോർഷണലി, സെൻറ്റർ കണ്ടന്റ്, സ്ട്രെച്ച്, അതുപോലെ പ്രൊപ്പോർഷണലി. അപ്പോൾ ഇതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അതിനെ അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. റൊട്ടേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, വീണ്ടും വലുതാക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മളതിനെ അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്ത് മാക്സിമം വലുതാക്കി. ഈ ഒരു ഏരിയ മാത്രമാണ് പ്രശ്നം. സ്വല്പം കൂടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് അല്ലെങ്കിൽ ഇതിനെ വലുതാക്കിയാലും മതി. തൽക്കാലം ഞാനിപ്പോൾ ഫിനിഷ് കൊടുത്തു. ഉണ്ടോ? കിട്ടിയോ? അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എഡ്ജ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. കണ്ടോ? ഈ എഡ്ജ് ഇവിടെ കൊണ്ടുവരാം. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫില്ല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ എടുത്ത് ഇതിൻ്റെ പുറകിൽ വെച്ച് കൊടുക്കാം. ഒറിജിനൽ ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വെച്ച് കൊടുക്കാം. പക്ഷെ അതൊരു ഫീലില്ല. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതാ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് വയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ നേരത്തെ വെച്ചതുപോലെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഔട്ട്ലൈൻ മാത്രം വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷാഡോയും കൂടെ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇതിനൊരു ഗ്രൂപ്പ് ആക്കുക. Ctrl+G ഫോർ ഗ്രൂപ്പ്. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഷാഡോ വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ ഷാഡോ ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് പ്രീസെറ്റിൻ്റെ അകത്ത് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയയിലോട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.